ജബലഫിന്റെ അടിയൊക്കെ പോവാണ്. അടച്ചിട്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണണ്ടേ. ചങ്ങായിമാരും കൂടെ പറഞ്ഞെങ്കിൽ അവിടുന്ന് നേരെ വിട്ടിട്ട് നെക്സ്റ്റ് ഡേ പോയപ്പോ 23 ദിർഹംസ് ഉള്ള ഒരു ബക്കറ്റ് ഇങ്ങോട്ട് പറഞ്ഞ ഓഫർ ആണ്. അപ്പൊ നമ്മളെ ചങ്ങായിനെ അവിടെ കണ്ടിരുന്നിട്ടാ. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കാക്ക നമ്മളെ വിളിക്കാൻ വന്നതിന് ശേഷം നേരെ വണ്ടി കയറി സാപ്പി ഒന്ന് ടേസ്റ്റ് നോക്കി. അപ്പൊ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നേരെ വിട്ട് ജബലഫിന്റെ താഴത്തേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സംഭവം. ജബലഫിന്റെ മേലായാലും ജബലഫിന്റെ താഴത്തായാലും ഇളം കാറ്റുകളാട്ടോ. അപ്പൊ അവിടെ പോയി ഇരിക്കുമ്പോൾ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതേമാതിരി ഫുഡ് ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട്. അസുട്ടിയാണ് നമ്മളവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആ പുല്ലതാ ചെറിയ വിത്ത് കൊടുത്തിട്ടേ വെച്ചിട്ടേ അത് ഇങ്ങനെ വെള്ളം അടിക്കണം. മേലെ മേലെ നിൽക്കണോക്ക ആളവിടെ മൊത്തം വെള്ളം അടിച്ചിട്ട് അതിങ്ങനെ ഇതേമാതിരി പുല്ലൊക്കെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മുബസറയിലാണ്. നമ്മൾ ജബലഫിന് താഴത്താണ് വരുന്നത്. നമ്മൾ കണ്ടോക്കി ഫുൾ പച്ചപ്പ്. നമ്മൾ മൂന്നാറിലൊക്കെ പോയ മാർക്കുകളാണ്. നമ്മൾ റേറ്റിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളെ പാർക്കിങ് കാര്യങ്ങളും അതേപോലെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ചൂടത്ത് ചെറിയ ചൂട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അന്തരപ്പാടത് ചിക്കനായിട്ട് അടക്കണം. വല്ലാത്ത ജാതി ഫുഡ് മുന്നിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് വ്ലോഗ് എടുക്കല അങ്ങോട്ട് തിന്നെ ഒരു രക്ഷയാത്ത സംഭവം. അസുറ്റിയാ നമ്മളിപ്പോ വന്നിട്ടുള്ള ഈ പാർക്കിൽ കാണാൻ വേണ്ടിട്ടാണ്. ഇത് നമ്മളെ പൈസക്കാരെ പാർക്ക്. ഏത് ഈ പൈസക്കാരെ പാർക്ക് അവിടെയാണ് നമ്മളെ പാർക്ക്. അപ്പൊ അങ്ങോട്ട് പോവാ. ഇവിടെ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ നല്ല ചെറിയ ഇളം കാറ്റാണ് വീശുന്നത്. അടിപൊളിയാണ്. അവിടെ നോക്ക്, അവിടെ കാണിച്ചെടുത്ത ആവശ്യമല്ലോ. നല്ല ക്ലൈമറ്റ് ആണ്. അതേപോലെ പച്ചപ്പുല്ല്. ബസ്സും അവിടെ കളിക്കാൻ പോകുന്ന പരിപാടിയാണ്. പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അവിടെ കളിക്കാം, ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ട് അസുട്ടി അപ്പൊ നമ്മൾ കളിക്കാൻ പോവല്ല. അത് പറയണ മുമ്പ് അസുട്ടി അതിനെ മേലെ കൊത്തിപ്പൊടിച്ച് കയറലോ കൊണ്ട് ഇറങ്ങാലോ ഒക്കെ കൂടി ജഗ പോകട്ടെ. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് കുട്ടികളായിട്ട് പുറത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നവരുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളിയാണ്. കുതിരമ കയറാൻ ഒരാൾക്ക് 16 ദിർഹംസ് ആട്ടെ. ഞങ്ങൾ 6 ആളുണ്ടായതുകൊണ്ട് ഒരാൾക്ക് ഫ്രീ ആയിരുന്നുണ്ട് ചങ്ങന്മാരെ. ഇതിന്റെ ലൊക്കേഷൻ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. മുബസറ പാർക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഡാമൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടികളുടെ മുഖത്ത് സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസുട്ടിന്റെ മുഖത്ത് കണ്ടാൽ അറിയാം. അത് അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു. ചെങ്ങായിമാരെ 16 ദിർഹംസ് കൊടുത്തു വിചാരിച്ചിട്ട് അത് മൊത്തം കാണിച്ചു തരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു 500 മീറ്റർ അങ്ങനെ കറങ്ങിയിട്ട് വരും. പിന്നെ അതേമാതിരി ടൗണിൽ നിന്ന് വരുന്നവർക്ക് 902 ബസ്സിൽ നിങ്ങൾക്ക് വരാട്ടെ. അങ്ങോട്ട് ചെങ്ങായി അടിപൊളിയാണ്. അതിനുശേഷം നമ്മള് കുതിരനൊപ്പം ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ജഗ പോകും. കുതിരനെ കേട്ടെന്താ എന്റെ അഭിപ്രായം? സൂപ്പറാണോ? ഇവിടെ ഇത് മാത്രല്ല ഡാം, അങ്ങനെ പല സാധനവും കളിക്കാണ്ട്. പിന്നെ നമ്മൾ ടൈം ഇല്ലാത്ത കാരണം അതൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല. ഡാമിൽ എത്തിയിട്ടുണ്ട്. ഉപ്പ് വെള്ളാട്ടത് ഫിഷ് ഒക്കെ ഉണ്ടാവും ഉപ്പ് വെള്ളത്തില്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയക്കൊക്കെ ഒരു 4 മണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെള്ളം ഏതാ സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ സംഭവം. ഡാമിലുള്ള മീനുകൾക്ക് തീറ്റ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വിട്ടിട്ട് വീട്ടിൽ അപ്പത്തുള്ള വീട് അടുത്ത വീട് കാത്തൊക്കെ.